പപ്പയുടെ കുറെ ഡയലോഗുകൾ പിന്നീട് ആളുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ടാസ്ക് വിളിയിട എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ചെറിയ സ്പാനർ ഇങ്ങെടുക്ക് പറയുന്നതാണ് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇപ്പോഴും പല പണിയെടുക്കുമ്പോഴും ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്ന ഡയലോഗുകള് അങ്ങനെ ഇനിയുണ്ട്. അദ്ദേഹത്തിന്റെ മണിച്ചിത്രത്താഴിലെ കഥാപാത്രം, മണിച്ചിത്രത്താഴിലെ കഥാപാത്രത്തില് വാര്യംപള്ളി എന്താ മോനെ സ്കൂട്ടറിൽ സൈക്കിളിൽ വരുന്ന ആളോട് ചോദിക്കുക, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സീൻ ഇപ്പൊ നിങ്ങൾ കണ്ടാൽ ശരിക്കൊരു കുഴപ്പമുണ്ട് അതിനകത്ത്. ഒരു ചെറിയ കുഴപ്പവും ആ വെള്ളം 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 എന്ന് പറഞ്ഞ് ചാടി പോകുന്ന സീനുകള് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം ഈ അങ്ങാടിയിലല്ലേ പാവാട വേണം മേലാട വേണം എന്നുള്ള പാട്ടൊക്കെ ഉള്ളത്. അങ്ങനെ അഭിനയിക്കുന്നു, ഇങ്ങനെ അഭിനയിക്കുന്നു. ഇനി ദി കിങ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ കിട്ടാൻ നടക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിന്റെയൊക്കെ ഒരു ഡബ്ബിങ്ങിലെ മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന പോലെ അപശബ്ദങ്ങളില്ല, ചുമയുണ്ട് അദ്ദേഹത്തിന്. ആ കഥാപാത്രം ചുമച്ച് വർത്താനം പറയുന്ന ഒരാളാണ്. അത് ആ സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട്, 2 കൈയിലും ബ്രിട്ടീഷുകാരിങ്ങനെ പിടിച്ച് നിലത്ത് കിടത്തിയിട്ട് നെഞ്ചത്തിട്ട് ചവിട്ടും, അതിന്റെ ചുമയെന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു നടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ശബ്ദത്തിന്റെ ട്രാക്ക് പിടിച്ച് വെച്ച് സിങ്ക് ചെയ്യാം. അന്ന് ഈ സ്പൂളിലല്ലേ നിങ്ങളൊക്കെ ഡബ് ചെയ്യുന്നത്? ലൂപ്പ് സ്പൂള് എത്തിയിട്ടില്ല, ഫിലിമിലാണ് ഫിലിം ലൂപ്പായിട്ട് ഇട്ടിട്ട് ഓരോ ഷോട്ടും ഓരോ ലൂപ്പാക്കിയിട്ട് അത് പ്രൊജക്ടറിൽ അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വരും, അത് കഴിഞ്ഞ കുറച്ച് ബ്ലാങ്ക് വരും, വീണ്ടും ആ ഷോട്ട് തന്നെ തിരിച്ചു വരും, അത് ഡബ് ചെയ്യുക, റീടേക്ക് വന്നാൽ വീണ്ടും ബ്ലാങ്കിൽ വെയിറ്റ് ചെയ്യുക, അതിന് ഒരു ആരോ മാർക്ക് വരും, നമ്മുടെ ഡയലോഗ് വരുന്നത് ഉറപ്പായി വീണ്ടും ഡബ് ചെയ്യുക. പിന്നെ അത് മൊബൈലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ഡയറക്ടർ പറയും ടേക്ക് 2, ടേക്ക് 3, ടേക്ക് 4, ടേക്ക് 9, ടേക്ക് 10, എന്നിട്ട് ഡയറക്ടർ പറയും ടേക്ക് 1 and 9 ഓക്കെ. അങ്ങനെയും പറയും. 2 ഓക്കെ വയ്ക്കും, 2 ഓക്കെ വെച്ചിട്ട് എടുക്കുന്നത് അല്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ നമ്മള് നീ എവിടെ പോകുന്നു എന്നുള്ളതിന് നീ ഓക്കെ അല്ലേ സാർ, എവിടെ ഓക്കെ അല്ലേ സാർ, പോകുന്നു, ഇങ്ങനെ 3 പീസായിട്ട് ഡബ് ചെയ്യുക. ഇതെല്ലാം ഈ പപ്പുവിൻ്റെ ഡെഡിക്കേഷൻ കാര്യം പറയുന്ന അദ്വൈതം എന്നുള്ള പ്രിയദർശൻ്റെ പടത്തില് ഇത്രേ പ്രിയം പറഞ്ഞുള്ളൂ. പപ്പുവിനെ ജസ്റ്റ് ആ ക്യൂന്ന് ഇങ്ങനെ ഒരാൾ പിടിച്ച് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ ദേഹോദ്രവം ചെയ്ത മാതിരി ഒന്ന് പെർഫോം ചെയ്യണം. പുള്ളി പറഞ്ഞിരുന്നതിന് മുമ്പ് ആ ഉടുപ്പ് അങ്ങോട്ട് വലിച്ചു കീറി, എന്നിട്ട് ആ കോഴിക്കോട് തറയുണ്ടല്ലോ മറ്റേ ചെളിയെ കളന്ന് അതിലൊരു 3 റൗണ്ട് ഉരുണ്ട്, എന്നിട്ട് എണീറ്റ് മുടിയൊക്കെ വെച്ചിട്ട് ആള് മാറി. എന്തോ ഗുരുതരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ച മാതിരിയുള്ള രൂപമാക്കി എടുത്തു കഴിഞ്ഞു.